ഹലോ, ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ് തുടങ്ങുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ രാവിലെ തന്നെ ഷാനു എണീക്കും. അതിനെണീറ്റ് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കും. അതിലേക്ക് മുട്ടയിടും. അത്യാവശ്യത്തിന്, അതായത് ഓരോരുത്തർക്ക് 2 മുട്ട എന്ന തോതിൽ തിളച്ച വെള്ളത്തിലേക്ക് മുട്ട ഇട്ടാൽ കുറച്ച് നേരം അതിൻ്റെ പാകം അവനറിയാം. കറക്റ്റായി ഞാനത് എടുത്ത് വെച്ച് തണുത്ത വെള്ളത്തിൽ വെച്ച് മുട്ട അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അടുത്തത് പഴമാണ്. ഒരു പഴം നെടുക മുറിച്ച് പിന്നെ അത് കുക്കറിൽ വെച്ചൊരു വിസിലടുപ്പിച്ച് പാകമായി എടുത്ത് മാറ്റി വെക്കും. ഓക്കെ, അത് കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത പരിപാടി. മുട്ടയും പഴം റെഡിയായാൽ പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ബ്രെഡ് ചൂടാക്കുക എന്നുള്ളതാണ്. ബ്രെഡ് വെളിച്ചെണ്ണയിൽ ഫ്രൈ പാൻ വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടി അതിലേക്ക് ബ്രെഡ് ഇങ്ങനെ സാവധാനം വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് മറുപുറത്തേക്ക് നമ്മൾ നെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി, ഇനി അത് ചൂടായി നോക്കിയാൽ പിന്നെ അത് കുറച്ച് നെയ്യെടുത്ത് പുരട്ടി കൊടുത്ത് ഓരോരോ ഭാഗം ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക കളറും ചൂടൊക്കെ ആയിട്ട് വരും. അങ്ങനെ വെന്ത് കിട്ടിക്കുകയാണെന്നുണ്ട് മാറ്റി വെച്ചാൽ നമുക്ക് നമ്മളെ ബ്രെഡ് റെഡിയായി. ഓക്കെ, ബ്രെഡിൻ്റെ കൂടെ നമ്മൾ ബ്രെഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി കോഫി ഉണ്ടാക്കാവുന്നതാണ്. കോഫി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. ഇപ്പോൾ എൻ്റെ കോഫി എന്ന് പറഞ്ഞാൽ ഞാൻ പാൽപ്പൊടി ഇടും, കോഫിപ്പൊടിയും. ഇപ്പോൾ കോഫിപ്പൊടി എവിടെ വെച്ചതെന്ന് കോഫി കിട്ടി. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് കോഫി ചിലർക്ക് കൂടുതൽ ആവശ്യമുണ്ട്. ഒരു കോഫി എൻ്റെ കുറഞ്ഞ പൊടി വേണ്ടവർക്ക് അത്ര മതി. ഞാനൊരു മീഡിയം കോഫിയാണ് കുടിക്കുക. കഴിഞ്ഞ് ഒരു ബട്ടർ പീസിട്ട് പിന്നെ ഇത്തിരി പാൽപ്പൊടി ഉണ്ടായാൽ എൻ്റെ കോഫി റെഡിയായി. നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ ആ കോഫി റെഡിയായി. അത്രയുള്ള കോഫിയൊക്കെ വെരി സിമ്പിൾ. പിന്നെ നമ്മൾ സാധനമൊക്കെ എടുത്ത് ഇനി കഴിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ അത് വെക്കുന്നത് ഒരു ഒതുക്കി വെച്ചാൽ അതിൻ്റേതായിട്ടുള്ളൊരു നമ്മൾ കഴിക്കാനുള്ളതാണെങ്കിലും ഒരു സാധനം നമ്മൾ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഒതുക്കി ഭംഗിയോട് കൂടിയൊക്കെ വെച്ച് നമുക്ക് തന്നെ കഴിക്കാം. അങ്ങനെ ഞാൻ ആദ്യം മുട്ട കഴിക്കാം. മുട്ട കഴിച്ച് ഒന്ന് നമുക്ക് മുട്ട കഴിച്ചാൽ തന്നെ ഒരു ഇത് തോന്നില്ല, ഇത്തിരി എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നും. അപ്പോൾ ഒരു കോഫിൻ്റെ ഇത്തിരി കുടിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ തീർക്കാം. പിന്നെ മുട്ട കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ഞാൻ പിന്നെ നമ്മളെ ഷാനുവിൻ്റെ അടുത്ത ടൈം. ഷാനു അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരാദ്യം ഇതല്ലായിരുന്നു ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് ഞാൻ മാത്രമേ ഇരുന്നു ഈ മുട്ടയും പഴവും ബ്രെഡും ഒക്കെ ആയിട്ട് കോഫിയായിട്ട് കഴിച്ചിരുന്നത്. ഇവർക്കുമ്മ ദോശയും പുട്ടും പിന്നെ പത്തിരിയും വല്ലതും ഓട്ടടയും എല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഉമ്മ ഉമ്രക്ക് പോയതിൻ്റെ പേരിലാണ് എൻ്റെ കൂടെ ഇവർ കൂടി നമ്മളെല്ലാവരും ഒരേ ബ്രേക്ക്ഫാസ്റ്റാക്കി വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ബ്രെഡിൻ്റെ കൂടെ ഇങ്ങനെ പുഴുങ്ങിയ പഴം ഇട്ട് ബ്രെഡും കൂടെ കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി കാഫിയും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റായിട്ട് മാറും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ കോഫി കുടിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഥ പറഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തി. ഇങ്ങനെയൊക്കെ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. ഷമ്മാസാണ് അടുത്ത ലാസ്റ്റ് നമ്മളെ ഷമ്മാസാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആൾ. അതേ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ അതേപോലെ എല്ലാം അവനും കഴിക്കും. അവനും അതേപോലെ തന്നെ ഇതൊക്കെയാണ് ഇഷ്ടം. പുഴുങ്ങിയ പഴം
പഴം മുട്ടയൊക്കെ പെട്ടെന്ന് കണ്ടാൽ പിന്നെ അവനവിടെ വെച്ചേക്കില്ല. അതാണ് നമ്മളെ ഷമ്മാസ്. കഴിക്കുക അതുതന്നെ. അല്ല കേട്ടോ, ഞാൻ അത് വെറുതെ പറഞ്ഞാണ്. ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവരും അതെ. ഇപ്പോൾ നമ്മളൊക്കെ മുട്ടയിടുന്നുണ്ടെങ്കിൽ പഴം ഇഷ്ടമുള്ള ഭക്ഷണമാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമെന്നാണ്. അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലൊക്കെ മുട്ടയും പഴവും ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അവർ തന്നെ നല്ലൊരു ആരോഗ്യം കിട്ടുന്നതായിരിക്കും. ഓക്കെ.